10 അടിക്കാൻ എത്ര സെക്കൻഡ്? നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ LD മലപ്പുറം തിരുവനന്തപുരത്ത് എക്സാമിൽ ചോദിച്ച ഈ മോഡൽ ചോദിച്ചിട്ടുണ്ട്. ഇതല്ല ക്വസ്റ്റ്യൻ. മോഡൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു പള്ളിയിലെ മണി 5 അടിക്കാൻ 12 സെക്കൻഡ് എടുക്കും എങ്കിൽ 10 അടിക്കാൻ എത്ര സെക്കൻഡ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയോ? ഒരു പള്ളിയിലെ മണി 5 അടിക്കാൻ 12 സെക്കൻഡ് എങ്കിൽ 10 അടിക്കാൻ എത്ര സെക്കൻഡ് വേണം? ആൻസർ ആർക്കെങ്കിലും കിട്ടിയ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു പള്ളിയിലെ മണി 5 അടിക്കാൻ 12 സെക്കൻഡ് എങ്കിൽ 10 അടിക്കാൻ എത്ര സെക്കൻഡ്? ഞാൻ ചോദിക്കട്ടെ, 5 മണി അടിക്കാൻ എത്ര ഇന്റർവെൽ വേണ്ടി വരും? 5 മണി അടിക്കാൻ എത്ര ഇന്റർവെൽ വേണ്ടി വരും? 4 ഇന്റർവെൽ. റെഡി അല്ലേ? അപ്പൊ 4 ഇന്റർവെല്ലിനാണ് 12 സെക്കൻഡ്. 5 മണി അടിക്കാൻ 4 ഇന്റർവെല്ലാണ്. 4 ഇന്റർവെല്ലിനാണ് 12. അപ്പൊ ഒരു ഇന്റർവെൽ സെക്കൻഡ് ഉണ്ടാവും? 3 സെക്കൻഡ് അല്ലെ? 3 സെക്കൻഡ് അല്ലേ? അപ്പൊ 4 ഇന്റർവെല്ലാണ് 5 മണി അടിക്കുക. അപ്പൊ 4 ഇന്റർവെല്ലിനാണ് 12. അപ്പൊ ഒരു ഇന്റർവെല്ലിൽ 3 സെക്കൻഡ്. ഞാൻ ചോദ്യം എന്താണ്? 10 മണിക്ക് എത്ര ഇന്റർവെൽ ഉണ്ടാവും? 10 മണിക്ക് എത്ര ഇന്റർവെൽ ഉണ്ടാവും? അതിനൊന്നുണ്ടാവോ ഇന്റർവെല്? 9. 9 അപ്പൊ 27. ഇക്വേഷൻ ഒക്കെ ആൻസർ. അപ്പൊ നോക്കുക, എന്താ പറഞ്ഞത് അല്ലേ? ഒരു മണി അടിക്കാണ്, അതിന് അടുത്ത മണി അടിക്കുമ്പോ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു ഇന്റർവെല്ല. 2 മണിക്ക് ഒരു ഇന്റർവെല്ല. 3 മണിക്ക് എത്ര ഇന്റർവെൽ ഉണ്ടാവും? 2 ഇന്റർവെൽ ഉണ്ടാവും. 4 മണിക്ക് 3 ഇന്റർവെൽ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇവിടെ ഒരു ഇന്റർവെൽ, 2 ഇന്റർവെൽ, 3 ഇന്റർവെൽ, 4 ഇന്റർവെൽ. 4 ഇന്റർവെൽ വരുമ്പോ 5 മണി ഉണ്ടാവും. അപ്പൊ പറഞ്ഞ എന്താണ്? 5 മണി അടിക്കാൻ 12 സെക്കൻഡ്. 5 മണിയാകുമ്പോ 4. അപ്പൊ 4 ഇന്റർവെല്ലിനും ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ചെയ്യാൻ അത്രേ ഉള്ളൂ. അപ്പൊ എന്താ 12 സെക്കൻഡ്. അപ്പൊ ഒരു ഇന്റർവെല്ലിന് എത്ര വരും? ഒരു ഇന്റർവെല്ലിന് എത്ര വരിക? 3 സെക്കൻഡ് ആണ് വരിക. ചോദ്യം എന്താണ്? 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ്? 10 മണി 10 മണി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 ഇന്റർവെല്ലാണ് ഇന്റർവെൽ. അപ്പൊ 9 × 3. ഒരു ഇന്റർവെൽ 3 അല്ലേ? 9 × 3 27. ആൻസർ 27. നേരത്തെ പറഞ്ഞ ടൈപ്പ് ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു തടി 2 കഷ്ണാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെട്ടാ വെട്ടുന്നത്. രണ്ടെണ്ണത്തിൽ 2 കഷ്ണമാണ് ഒരു വെട്ടാ വെട്ടുക. അതിനാണ് എന്ത് 10 വരുന്നത്. 10 കഷ്ണാക്ക 9 വെട്ടിടണോ മരം? 9 × 10. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് മുമ്പ് ചോദിച്ചാണ്. നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ അതേപോലെ. ഒരു അമ്പലത്തിലെ മണി 6 അടിക്കാൻ 15 സെക്കൻഡ്. 12 അടിക്കുന്നതിന് എത്ര സെക്കൻഡ് വേണം? ഒരു അമ്പലത്തിലെ മണി 6 അടിക്കുന്നതിന് 15 സെക്കൻഡ്. 12 അടിക്കുന്നതിന് എത്ര സെക്കൻഡ് വേണം?
33. ഓക്കെ കറക്റ്റ്. അല്ലെ 6 മണി അടിക്കണമെങ്കിൽ 5 ഇന്റർവെല് വേണം. 6 മണിക്ക് 5 ഇന്റർവെൽ. അപ്പൊ 6 മണിക്ക് 15 സെക്കൻഡാ പറഞ്ഞത്. അപ്പൊ 5 ഇന്റർവെൽ 15 സെക്കൻഡ്, അപ്പൊ ഒരു ഇന്റർവെൽ 3 സെക്കൻഡ് അല്ലെ. അപ്പൊ ചോദ്യം എന്താണ്? 12 അടിക്കുക. 12 അടിക്കുക എത്ര ഇന്റർവെൽ? 11 ഇന്റർവെൽ. 11 × 3. അപ്പൊ ഉണ്ടാവും അങ്ങനെ ഒരു. അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ -1, ആ സംഖ്യ -1 ഇൻറ്റു സമയം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായ പദം ഏത്? നിങ്ങൾക്ക് നിങ്ങളുടെ ടോപ്പിക്കാണ് എന്ത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞ നിങ്ങളുടെ ടോപ്പിക്കാണ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? വെറുപ്പ്. ബി സ്നേഹം. സി അസൂയ. ഡി കാപ്പട്യം. ഇതിലേതോ ഒറ്റയാനായത് ഏതാണ്? കാരണം എന്താണ്? അതെ അല്ലെ, ഇതില് സ്നേഹമാണ് എന്ത് പോസിറ്റീവ് ആയത്. അപ്പൊ ഇങ്ങനത്തെ ടോപ്പിക് ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഇങ്ങനെ ചെയ്തു നോക്കുക. മുമ്പത്തെ ഓൾഡ് ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ട്, അതും ചെയ്തു നോക്കുക. പിന്നെ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്തു നോക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ പറയാൻ പറ്റും. അപ്പൊ നോക്കുക, ഇതില് വെറുപ്പും അസൂയും കാപ്പട്യത്തിന് പ്രത്യേകത എന്തായിരിക്കും? അതൊരു നെഗറ്റീവ് ആയ കാര്യമാണ്. സ്നേഹം ഒരു പോസിറ്റീവ് അല്ലേ, ഒരു സൽഗുണമാണ്. അതാണ് ഇതില് വ്യത്യാസം. അതില് കാപ്പട്യം ആയിക്കൂടെ? കാപ്പട്യം ചോദിക്കട്ടെ. കാപ്പട്യം ഇതല്ലല്ലോ, ഏറ്റവും ഉചിതമായതായിരിക്കണം. ഇതിന്റെ PSC ന്റെ ആൻസർ സ്നേഹമാണ്. ഓക്കെ കാപ്പട്യാണോ ഉദ്ദേശിച്ച് വേറെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അത് പറ്റൂല. എല്ലാവർക്കും ഏറ്റവും യോജിച്ചതായിരിക്കും. എങ്ങനെ എന്തുകൊണ്ടാ കാപ്പട്യം വരാൻ ഉദ്ദേശിച്ചേ? കാപ്പട്യം ഒരാൾ സ്വന്തം ചെയ്യുന്നതാണ്, മറ്റേ 3 എണ്ണം മറ്റുള്ളവരോട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ പോസിറ്റീവ്. പൊതുവേ ഒരു കാപ്പട്യം പറഞ്ഞ ഒരാളോട്ടില്ലേ, വെറുപ്പ് ഒരാളോട് അങ്ങനെ. ഓക്കെ ഏറ്റവും അങ്ങനെ ഏറ്റവും ശരിക്കുള്ള ആൻസർ ഏതാ വരുന്നത്? വെറുപ്പ്. അതെ, സംഭവത്തില്ല. ഒരാളോട് വെറുപ്പ് തുടങ്ങിയൂടെ? ഹലോ, എങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, കാപ്പട്ടി പറഞ്ഞാ സ്വയം ചെയ്യണല്ലേ കാപ്പട്ടി പറഞ്ഞാ? അതെ. അപ്പൊ വെറുപ്പ് സ്വയം ചെയ്യൂടെ? വെറുപ്പ് ഒരാളോട് നമുക്ക് തോന്നുന്നതാണല്ലോ, കാപ്പട്ടി ഒരാളോട് തോന്നുന്നതല്ലല്ലോ. കാപ്പട്യം സ്വന്തം നിന്നും ചെയ്യുന്നതാവുന്നതല്ലേ. സ്വയം വെറുപ്പ് തോന്നൂടെ? അങ്ങനെയും പറ്റൂ. ഏറ്റവും ഉചിതമായ ആൻസർ ഏതാ വരുന്നേ? സ്നേഹാട്ടോ. അപ്പോ ഓക്കെ, അടുത്ത ദിവസം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ പദം ഏത്? ചില സിമ്പിളായ ചിലപ്പോ എന്തായാലും കുറച്ചൊരു ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കണുണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും പറയാൻ പറ്റിയാണ്. നോക്കാം. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ചുവപ്പ്, പച്ച, മഞ്ഞ, നിറം. അപ്പൊ ഇത് സാധാരണ ഇത് ചോദിക്കും, തലസ്ഥാനങ്ങളൊക്കെ വെച്ച് ചോദിച്ചു കേട്ടോ. അപ്പൊ തലസ്ഥാനമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതായിരിക്കും. അപ്പൊ 3 സ്ഥലം തലസ്ഥാനങ്ങളായിരിക്കും, ഒന്നെന്തായിരിക്കും അതിന് നഗരമായിരിക്കും. അപ്പൊ വ്യത്യാസം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഏതെങ്കിലും അറിയാവുന്ന സിമ്പിളായ സംഭവമാണ്. ഇതെന്താ പറ്റിയ? ഇതൊക്കെ ഓരോ നിറത്തിൽ പെട്ടതാണ്. പക്ഷെ ഇത് നിറം അല്ലെ, വ്യത്യസ്തങ്ങളല്ലേ. അപ്പൊ എല്ലാവർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്താണ് നിറം അല്ലെ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കണ്ടേ? സംസ്ഥാനങ്ങള്, തലസ്ഥാനങ്ങള്. അപ്പൊ പ്രധാനപ്പെട്ട കുറച്ച് ഒരു പൊതുവായ ജ്ഞാനങ്ങൾ ഉണ്ടായിരിക്കാണ് അതിന്റെ വേണ്ടത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്ന് ഇൻറ്റു 5 = 34.
6 ഇൻറ്റു 4 സമം 52. 8 ഇൻറ്റു 3 73. എങ്കിൽ 9 ഇൻറ്റു 10 സമം ഡാഷ്. ചില സംഭവം വളരെ സിമ്പിൾ ആയിരിക്കും, ചിലത് വന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതാണ്. ഓപ്ഷൻ തരാം ഓപ്ഷൻസ് ആവുമല്ലോ, നോക്കാം. അപ്പൊ ഏതായാലും എക്സാമിനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷൻ എ 172, ഓപ്ഷൻ ബി 136, ഓപ്ഷൻ സി 190, ഓപ്ഷൻ ഡി 181. 181. ഓക്കെ അല്ലെ? ഇത് പല രണ്ട് രീതി ചെയ്യാന്ന് തോന്നുന്നത്. ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ എത്ര? ഇതിന്റെ സ്ക്വയർ 9 അല്ലെ? ഇതിന് സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ എത്ര? 25. അത് കൂടെ എത്ര കിട്ടും? 34 അല്ലെ? 34 വരും. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്ക്വയർ എത്ര? 36 ഉണ്ടാവും. ഇതിന്റെ സ്ക്വയർ എത്ര? 16. അപ്പൊ തന്നെ വരുന്നുണ്ട്. ഓക്കെ, 52 വരും. അപ്പൊ ഇങ്ങനത്തെ ചോദിക്കാം. അപ്പൊ ഒരുവിധം ഒരു 5-8 ലെവൽ ഉണ്ട്, അത് പഠിച്ചാൽ മതി. ഏതായാലും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇതിന്റെ സ്ക്വയർ എത്ര? 64. ഇതിന്റെ സ്ക്വയർ 9. കിട്ടുന്നത് കൂട്ടിയ. അപ്പൊ ഈ 3 ഉറപ്പിച്ചു. അപ്പൊ ബാക്കി എന്തായിരിക്കും? 9ന്റെ സ്ക്വയർ 81, 10ന്റെ സ്ക്വയർ 100 കൂട്ടി കഴിഞ്ഞാൽ എത്രയാ? 181. അപ്പൊ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് സ്ക്വയർ വർഗ്ഗങ്ങൾ അറിഞ്ഞാൽ ചെയ്യാൻ പറ്റും. നോക്കാം, അടുത്ത ദിവസം നോക്കാം. അപ്പൊ അടുത്ത ചില സിമ്പിൾ ആയിരിക്കും, ചിലപ്പോ കുറച്ചെടുത്ത് ഉണ്ടാവുന്നുള്ളൂ, കുറച്ച് നാലും കിട്ടും, കുറച്ച് സമയം ചെലവാക്കിയിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാലാണ് ഇങ്ങനത്തെ ഭാഗം കിട്ടുക. പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നോക്കാം, വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 0, 2, 6, 12, 20 ഡാഷ്. മറ്റേ ആൻസർ എത്രയാ? കറക്റ്റ് 9 × 10 സമം ഉണ്ടാവും. 9ന്റെ സ്ക്വയർ എത്ര? 81. 10ന്റെ സ്ക്വയർ 100 ഉണ്ടാവും. 81 100 കൂട്ടിയാ 181. 181. അടുത്ത നോക്കുക. 0, 2, 6, 12, 20. 30. B 28, C 30, D 32. ആൻസർ എന്താ? വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താ വരിക? ഇവിടെ 2 കൂട്ടി, ഇവിടെ എത്ര കൂട്ടി? 4 കൂട്ടി, ഇവിടെ എത്ര കൂട്ടി? 6 കൂട്ടി, ഇവിടെ 8 കൂട്ടി. അപ്പൊ നമുക്ക് അവിടെ 2 കൂടി പോവാണ്. അവിടെ അടുത്തത് 10 കൂട്ടും. എത്ര ഉണ്ടാവും ആൻസർ? അടുത്ത ദിവസം നോക്കാം. ട്രെയിൻ എഴുതി, ഇംഗ്ലീഷ് എഴുതണം കേട്ടോ, മലയാളത്തിലല്ല. ഇംഗ്ലീഷ് ട്രെയിൻ എഴുതാം. ട്രെയിൻ സമം 15. കമ്പാർട്ട്മെന്റ് സമം 33. പാസഞ്ചർ സമം 27. എന്നിങ്ങനെയായാൽ ടിക്കറ്റ് സമം ഡാഷ്. ഓപ്ഷൻ തരാം. എ 21, ഓപ്ഷൻ ബി 17, ഓപ്ഷൻ സി 31, ഓപ്ഷൻ ഡി 18.
ഹലോ ഹലോ പറഞ്ഞോളൂ. പിന്നെന്താ പറഞ്ഞ? 18. ഓക്കെ. ഹലോ അതെങ്ങനെ കിട്ടിയത്? അത് ഓരോന്നിനും 3ന്റെ പൊസിഷൻ വെച്ച് കൊടുത്താൽ മതി. 3ന്റെ ഇത് വെച്ചിട്ട് ആഡ് ചെയ്തു എത്ര ലെറ്റർ നോക്കിയിട്ട്. അപ്പൊ നോക്കുക, ഇത് എത്ര അക്കണ്ട്? 1 2 3 4 5 അല്ലേ? 5 അക്കല്ലേ? 5 അക്ഷരം. ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ഇവിടെ 5 എണ്ണാണ്, ഇവിടെ 11. അപ്പൊ നമുക്കറിയാം 5 എങ്ങനെ 15 11 എങ്ങനെ 33 ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ വരുന്നുണ്ട്? ഹലോ സഫീന, ഇവിടെ നോക്കുക, ഇവിടെ 5 നമ്പറാണ്, 5 അക്ഷരമാണ്. ക്ലിയർ ആയി ഇപ്പൊ അവര് പറഞ്ഞപ്പോ ക്ലിയർ ആയി. ഞാൻ എടുത്ത വേറെ മെത്തേഡായിരുന്നു. റെഡി അല്ലേ? 5 3 15 അല്ലേ? 11 3 33 അല്ലേ? എത്ര അക്ഷരം ഉണ്ട്? 9 അക്ഷരം. 9 × 3 എത്രയായിരിക്കും? 27. അങ്ങനെ 9 എത്ര അക്ഷരം ഉണ്ട്? 6 അക്ഷരം. 6 3 ഉത്തരം 18. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ചില വളരെ സിമ്പിൾ ആയിരിക്കും, ചില കുറച്ചെടുത്തുണ്ടാവും, അത്രേ ഉള്ളൂ. കുറെ ഓരോ ടൈപ്പ് ഉണ്ടല്ലോ, 5-8 ടൈപ്പുകൾ ഉണ്ട്. അത് പഠിച്ചാൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ നോക്കാം, അടുത്ത് നോക്കാം. ചില കുറച്ച് റിസ്ക് ഉണ്ടാവുന്നുള്ളത് നോക്കാം. അടുത്ത് അമേരിക്ക സമം 4. അമേരിക്ക എന്താണ്? 4. റഷ്യ 3. ആയാൽ ഇറ്റലി എത്ര? ഇറ്റലി എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 2. ഓക്കെ, ബാക്കിയുള്ളൊക്കെ പ്രതികരിക്കാട്ടോ. 15 ആൾ ഇപ്പൊ ക്ലാസ് കേൾക്കുന്നുണ്ട്. 15 എത്ര ആൾ കേൾക്കുന്നുണ്ട്? 16 ആൾ ക്ലാസ് കേൾക്കുന്നുണ്ട്. ബാക്കി 2 ആൾ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ ക്ലാസ്സിൽ. ഒന്ന് സിദ്ദീഖും ഒന്ന് സഫീനും മാത്രം. ഉത്തരം കിട്ടാത്തത് കൊണ്ടാ പ്രതികരിക്കാത്തത്. സിദ്ദീഖ് തന്നെ പറഞ്ഞത്. ക്ലാസ് കേൾക്കുന്നുണ്ട്, ആൻസർ ഞങ്ങൾ ചെയ്യുമ്പോ ബാക്കിയുള്ളവര് പറയുന്ന പിന്നെ മിണ്ടാതെക്കുക. അത് നമുക്ക് എന്താ വെച്ചാല് അത് തുടക്കക്കാരല്ലേ, അത് അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും റെഡി ആയി വരും അല്ലേ? അപ്പൊ നോക്കുക, ഇതില് എത്ര വവൽസ് ഉണ്ട്? എത്ര വവൽസ് ഉണ്ട്? 4. 4 വവൽസ് അല്ലേ? എ, അടിപൊളി. 4 വവൽസ് അല്ലേ? ഇത് എത്ര വവൽസ് ഉണ്ട്? ഇതില് 3 അല്ലെ? 1 2 അല്ല യു അല്ല, 1 2 3 വവൽസ്. ഇതിലോ നോക്കുക, ഐ വവൽസ് അല്ലെ? എ. അപ്പൊ എത്ര ഉണ്ടാവും? 3 ആൻസർ വരാം. 3 തന്നെ വരിക. ഐ എ ഉള്ളൂ, വവൽസ് അതൊക്കെ വരിക. എ 2 അല്ലേ? ഐ ഓ യു അല്ലേ? വവൽസ് വരുന്ന 5 ഉള്ളൂ. അപ്പൊ അങ്ങനെയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലേ? അപ്പൊ സിമ്പിൾ ആയി ചിലപ്പോ ചോദിക്കാറ് എങ്ങനെയാന്ന് ജസ്റ്റ് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും സിമ്പിൾ ആയി ചിലപ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്ത്യ സമം ഇന്ത്യ എഴുതുക. ഇന്ത്യ അല്ല, സോറി, ജർമ്മനി സമം ജർമ്മനി. ഇംഗ്ലീഷ് എഴുതുക ജർമ്മനി.
എന്ന പേര് ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് വായിച്ചു ബാങ്ക് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് നോക്കിട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പറയാം. ജർമ്മനി എന്ന പേര് ഇതാ ഇത് എഴുതാ കാണുന്നുണ്ട് വിചാരിക്കുന്നു. ജർമ്മനി എന്ന പേര് എന്ന കോഡ് ചെയ്യാമെങ്കിൽ ഫ്രാൻസ് എന്നത് എങ്ങനെ കോഡ് ചെയ്യാം? ഫ്രാൻസ് എന്നത് എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻ നോക്കാം. A 741516110. ഓപ്ഷൻ B 341821716. C 618811435. D 615. Option 3. Option C. Option C. അല്ലെ അപ്പൊ ഇത് എങ്ങനെ ബന്ധു വെച്ചാൽ എന്താ അല്ലെ? ജി എത്രാമത്തെ അക്ഷര? 7th അല്ലേ? E പറഞ്ഞാ 5 ആണ്. R എന്ന് പറഞ്ഞ 18ാമത്തെ അക്ഷര. ABCD എഴുതി വെക്കാൻ. അപ്പൊ ABCD കൃത്യമായിട്ട് എഴുതിട്ട് അതിന്റെ ഓർഡർ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. ഇപ്പൊ G എന്ന് പറഞ്ഞ 7th അല്ലെ? 7th ആണ്. E എന്ന് പറഞ്ഞ 5th ആണ്. R എന്ന് പറഞ്ഞ 18ാമത്തെ അക്ഷരം. M എത്രയാണ്? 13ാമത്തെ അക്ഷരം. A എന്ന് പറഞ്ഞ 1ാമത്തെ അക്ഷരം. N എന്ന് പറഞ്ഞ 14ാമത്തെ അക്ഷരം. Y എന്ന് പറഞ്ഞ 25ാമത്തെ അക്ഷരമാണ്. അങ്ങനെ ആവുമ്പോ F നമുക്ക് അറിയാം. FM അറിയൂലേ? FM എത്ര അക്ഷരം വരുന്നത്? ABCD എഴുതിയാല് ABCD എഴുതിട്ട് അതിന് കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കണം. അപ്പൊ F എത്രാമത്തെ അക്ഷരം വരുന്നത്? F 6th അല്ലേ? F 6th അല്ലേ? F 6th ആണ്. നോക്കുക. R നമുക്ക് 18ാമത്തെ അക്ഷരം. ഏത് പറഞ്ഞ 1ാമത്തെ അക്ഷരം. അത് നിങ്ങള് എഴുതിന് റെഡിയായി പഠിക്കണം കേട്ടോ. അല്ലാതെ ഇങ്ങനെ മനസ്സിലെത്തി എഴുതരുത് ഒരിക്കലും. N എത്രാമത്തെ അക്ഷര? N എത്രാമത്തെ അക്ഷരം വരുന്നേ? N 14ാമത്തെ അക്ഷരം അല്ലെ? 14ാമത്തെ അക്ഷരമാണ്. C 3ാമത്തെ അക്ഷരമാണ്. E എന്ന് പറഞ്ഞ 5ാമത്തെ അക്ഷരം. അപ്പൊ നിങ്ങൾ ABCD കൃത്യമായിട്ട് എഴുതിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കുക. ഇങ്ങനെ മനസ്സിലെടുത്ത് എഴുതരുത്. തെറ്റാൻ സാധ്യതകളുണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് സമയം? നിങ്ങൾക്ക് വളരെ സിമ്പിൾ. നിങ്ങൾക്ക് അറിയാം 1ാം ഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഭാഗങ്ങളെ ഉണ്ടാവുള്ളൂ.
ഒന്ന് നിങ്ങൾക്ക് അറിയാലോ, ലാസ്റ്റ് ഗ്രേഡുകാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാം ആണ്. ലാസ്റ്റ് ഗ്രേഡുകാർക്ക് ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ. 7th അല്ല 10th കുറവുള്ളവർക്ക് ഒരു എക്സാമും 10th ഉള്ളവർക്ക് 2 എക്സാമുമാണ് വരിക. ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡിന് ആരോഗ്യ വകുപ്പിലെ ഫീൽഡ് വർക്കർ ഇവർക്കൊക്കെ ഒരു എക്സാമേ ഉണ്ടാവും. ആ എക്സാം കൂടി കഴിയും ഫെബ്രുവരി. ഈ എക്സാം ഫെബ്രുവരി നടക്കുന്ന എക്സാം ലാസ്റ്റ് ഗ്രേഡ് ഇതിന്റെ കൂടെ നടക്കുകയാണ്. എല്ലാവരും കൂടി ഒറ്റ എക്സാം. അതില് ഓരോന്നൊക്കെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ഇടും. അതിൽ ലാസ്റ്റ് ഗ്രേഡുകാർക്ക് ആ എക്സാം കൂടി കഴിഞ്ഞ് ആ ലിസ്റ്റിൽ നിന്ന് നിയമം കിട്ടും. മറ്റുള്ളവർക്ക് എന്തായിരിക്കും 10ാം ക്ലാസ്സിലുള്ളവർക്ക് 2 എക്സാം ഉണ്ടാവും. പിന്നെ LD-ക്ക് ഒരു വേറെ എക്സാം. ഒരു 10,000 ഒരു ജില്ലയിൽ 10,000 ലിസ്റ്റ് ഇടും. എല്ലാ ജില്ലയിലും 10,000. എന്നിട്ട് ഓർക്ക് രണ്ടാമതൊരു എക്സാം ആണ്. അതേപോലെ സെയിൽസ്മാനും ഏകദേശം ഒരു 5,000 ലിസ്റ്റ് ഇടും. എന്നിട്ട് ഓർക്ക് വേറെ എക്സാം. സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യത. സാർ, ഈ സെയിൽസ്മാന്റെ എക്സാമിന് ഈ പിന്നെ DC-ഒക്കെ ഒരു എക്സാം അല്ലേ ഉണ്ടാവുള്ളൂ, പ്രീലിംസ്? ഫസ്റ്റ് എല്ലാവർക്കും കൂടി ഒറ്റ എക്സാം. അതാണ് 10-30 ലക്ഷം ആൾക്കാർക്ക് കൂടി ഒറ്റ എക്സാം. ഹലോ, 10-30 ലക്ഷം ആൾക്കാർക്ക് ഒറ്റ എക്സാം നടക്കുകയാണ്. ഇതിലെന്തായിരുന്നു റാങ്ക് ലിസ്റ്റ് ഇടും. ലാസ്റ്റ് ഗ്രേഡുകാർക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഇടും. LD അതിൽ ചിലപ്പോ 5 ലിസ്റ്റിലുണ്ടാവും. ചിലവര് 5 ലിസ്റ്റ് ഉണ്ടാന്ന് പറഞ്ഞാൽ 5 എക്സാം എഴുതാനും 5 ലിസ്റ്റ് LD-ന്റെ ലിസ്റ്റ് ഉണ്ടാവും. ചിലപ്പോ ലാസ്റ്റ് ഗ്രേഡ് ലിസ്റ്റ് ഉണ്ടാവും. അതേപോലെ സെയിൽസ്മാൻ ലിസ്റ്റ് ഉണ്ടാവും. ഫീൽഡ് വർക്കർ ലിസ്റ്റിൽ ഉണ്ടാവും. പിന്നെ ടൈപ്പിസ്റ്റിന്റെ കൂടെ നടക്കുന്നുണ്ട്. ടൈപ്പിസ്റ്റിന്റെ ലിസ്റ്റിൽ ഉണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യാ, ലാസ്റ്റ് ഗ്രേഡുകാർക്കും ഫീൽഡ് വർക്കർക്കും പിന്നെ എക്സാം ഉണ്ടാവില്ല. അതിൽ റാങ്ക് ലിസ്റ്റ് ഇടും. അത് നിയമം നടക്കും. മറ്റുള്ളവർക്കൊക്കെ 2 എക്സാം ഉണ്ടാവും. ഈ പ്രിലിംസ് എക്സാം കുറച്ച് ബുദ്ധിമുട്ടാവോ സാറേ? ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. കാരണം 7th എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. ബുദ്ധിമുട്ടായ കട്ട് ഓഫ് കുറയും. എന്നാലും ഒരു ആവറേജ് ടൈപ്പ് ഉണ്ടാവും. ആവറേജ് ടൈപ്പ് ബുദ്ധിമുട്ടാവാന്നല്ല, പക്ഷെ ബുദ്ധിമുട്ടായ കട്ട് ഓഫ് കുറയും. പക്ഷെ ബുദ്ധിമുട്ടാവാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് ലാസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കില്ലേ? കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? ഹലോ, 80 GK. ഹലോ, 80 GK ഉണ്ടാവും. ഏകദേശം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരാനാ സാധ്യത. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് തന്നെയാണ് അതിനും വന്ന് കൊടുത്തിരിക്കുന്നത്. ഹലോ, ഈ 80 GK-യില് മാത്സിന്റെ കാര്യമില്ല. സാധാരണ ടെക്സ്റ്റ് ബുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ അധികം ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 80 GK വരുന്നുണ്ട്. 80% ഏകദേശം. ഇപ്പൊ സാധാരണ എല്ലാ കൊല്ലം 80% വരിക. ഈ കൊല്ലം ബാക്കി 20% മാത്സ് പ്രതീക്ഷിക്കും. 20 കുറയാൻ സാധ്യതയുള്ളൂ. കൂടുതൽ സാധ്യതയില്ല. 20 വരെ വരാം. അപ്പൊ ഫസ്റ്റ് ഒരു എക്സാം ഒരു ടീമിന് മാത്രമല്ല എക്സാം. പല ദിവസങ്ങളിലായിട്ട് എക്സാം ആണ്. ഒറ്റ ദിവസം കൂടെ നടത്തിയാൽ തീരൂല. ഹലോ, എക്സാം എന്ന് പറഞ്ഞ 10 ലക്ഷം ആൾക്കാർക്ക് ഒന്നിച്ച് നടത്താൻ കഴിയില്ലല്ലോ. പല ജില്ലകളിലായിട്ട് നടക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതിയാൽ അറിയാം ഏകദേശം എത്ര മാത്സ് വരും, എത്ര വരും എന്ന് അറിയാൻ പറ്റും. ഹലോ, ഒരു 2 മാസം കൊണ്ട് ചിലപ്പം തീരാൻ മതിയാവും എക്സാം എല്ലാ ജില്ലയും കൂടിയിട്ട്. അപ്പൊ ഫെബ്രുവരി തുടങ്ങാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ആക്കി നോക്കുക. 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് വേണ്ടി വരില്ലേ സാറേ? ഒരു കാര്യം ചെയ്യാ, 10ാം ക്ലാസ് ആ പറഞ്ഞ കണ്ടന്റ് ഇല്ലേ, അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ. 10ാം ക്ലാസ് വരെയുള്ള കണ്ടന്റ് ഇല്ലേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഹലോ, സാറേ ഈ സൂചക സംഖ്യകൾ അങ്ങനത്തെ UP-ക്ക് വന്നിനല്ലോ, അതൊക്കെ ഇതിൽ പെട്ടതാ? അതൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് ആകെ പറഞ്ഞ ടോപ്പിക് വളരെ കുറവല്ലേ. അത് എന്തുകൊണ്ട് UP-ക്ക് വന്നു? UP പറഞ്ഞാല് ടീച്ചേഴ്സ് ആണ് നാളത്തെ പഠിപ്പിക്കേണ്ടവരാണ്. അതുകൊണ്ട് അത് ചോദിച്ചത്. അതായത് ഇതിലും ചോദിക്കൂല. ഇതിൽ പറഞ്ഞ സിലബസ് നിങ്ങൾക്ക് അറിയില്ലേ? മറ്റേ സ്കൂൾ കണ്ടന്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞ GK മാത്രമേ സ്കൂൾ കണ്ടന്റിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഹലോ, ഓക്കെ സാർ. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോവാം. അടുത്ത ദിവസത്തേക്ക് അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അത് ചിലപ്പം റീസണിങ്ങിലും ചോദിക്കാം, രണ്ടിലും ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എടുക്കാത്ത ഭാഗങ്ങൾ ചെയ്യാൻ സിമ്പിൾ ആണെന്ന് ശ്രദ്ധിച്ചാൽ മതി. എടുത്തിട്ടില്ല, ഈ ടോപ്പിക് എടുത്തിട്ടില്ല, ഫോക്കസ് ചെയ്ത്. എയും ബിയുടെയും വീടുകൾ തമ്മിൽ അകലം
20 കിലോമീറ്റർ ആണ്. എയുടെയും ബിയുടെയും വീടുകൾ തമ്മിലുള്ള അകലം 20 കിലോമീറ്റർ ആണ്. രണ്ടുപേരും ഒരേ സമയം അവരുടെ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുകയും 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് കണ്ടുമുട്ടുകയും ചെയ്യുന്നു. എ 6 കിലോമീറ്റർ വേഗത്തിലാണ് നടന്നത് എങ്കിൽ ബിയുടെ വേഗത എത്ര? വേഗത എന്ന ടോപ്പിക് എടുത്തില്ല. നിങ്ങൾക്ക് അറിയാം വേഗത എന്ന സമയം എന്താ അറിയാലോ? സാധാരണ എന്താ ദൂരം ബൈ സമയല്ലേ? വേഗത എന്ന് പറഞ്ഞ ദൂരം ബൈ സമയല്ലേ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ സാറേ. ഇത് പറയാ എയുടെയും ബിയുടെയും വീടുകൾ തമ്മിലുള്ള അകലം 20 കിലോമീറ്റർ ആണ്. രണ്ടുപേരും ഒരേ സമയം അവരുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയും 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് കണ്ടുമുട്ടുകയും ചെയ്യുന്നു. എ 60 കിലോമീറ്റർ വേഗത്തിലാണ് നടന്നത് എങ്കിൽ ബിയുടെ വേഗത എത്ര? ബിയുടെ വേഗത ഒന്നുകൂടെ പറയാ. എയുടെയും ബിയുടെയും വീട് തമ്മിലുള്ള അകലം 20 കിലോമീറ്റർ ആണ്. രണ്ടുപേരും ഒരേ സമയം അവരുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുകയും 1 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് കണ്ടുമുട്ടുകയും ചെയ്യുന്നു. എ 6 കിലോമീറ്റർ വേഗത്തിലാണ് നടന്നത് എങ്കിൽ ബിയുടെ വേഗത എത്ര? യുക്തിപരമായ ചോദ്യമാണ്. യുക്തിയെ ചിന്തിച്ചാൽ ആൻസർ കിട്ടും. പക്ഷെ ആലോചിച്ചു. കിലോമീറ്റർ പെർ ഹവർ ആണോ? ഇത് 6 ഇല്ല ഇല്ല ഇല്ല. 7. ഓക്കെ. 7. ബാക്കി എത്ര? ഇത് സംഖ്യ ഓപ്ഷൻ കിട്ടോ? ഓപ്ഷൻ തരാ. പിന്നെ 7.3 333 അല്ലേ? അല്ല വരണ്ടേ? അല്ലേ 7.1 അല്ലേ? 7.333. അതന്നെ. അപ്പോൾ നോക്കാം, ശ്രദ്ധിക്കാം. രണ്ടാളുടെ വീട് എയുടെയും ബിയുടെയും വീടുകൾ തമ്മിലുള്ള അകലം എത്ര പറഞ്ഞ്? 20 കിലോമീറ്റർ ദൂരമുണ്ട്. എയും ബിയും തമ്മിലുള്ള അകലം എത്രയാണ്? 20 കിലോമീറ്റർ ആണ്. പിന്നെ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എയുടെ വേഗത പറഞ്ഞിട്ട്. വേഗം എത്ര പറഞ്ഞ? എയുടെ വേഗത എത്ര പറഞ്ഞത്? 60 കിലോമീറ്റർ. 60 അല്ല, 6. മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗത്തിലാണ് എ പോണത്. 1.5 മണിക്കൂർ കൊണ്ട് എ എത്ര എത്തും? ആലോചിച്ചു. 9 കിലോമീറ്റർ അല്ലെ? മണിക്കൂറിൽ 6 കിലോമീറ്റർ വെച്ച് ഇവർ മണിക്കൂറിൽ 6 കിലോമീറ്റർ. എയുടെ വേഗത പറഞ്ഞ മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണ്. 1.5 മണിക്കൂറിന് ശേഷം ഇവർ രണ്ടുപേരും കണ്ടുമുട്ടും. അപ്പൊ എ എത്ര പോകും? നിങ്ങൾക്ക് അറിയാം, മണിക്കൂറിൽ 20 കിലോമീറ്റർ പോയിണ്ടാവും.
എ എത്ര ഉണ്ടാവും? 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ ആണ്. എത്ര പോകും? 9. 9 എ എന്ന് പറഞ്ഞാല് അല്ലെ 9 കിലോമീറ്റർ പോയിട്ടുണ്ട്. അപ്പൊ ബി എത്ര പോയിട്ടുണ്ടാവും? തിരിച്ചു ആകെ 20 കിലോ, രണ്ട് കണ്ടുമുട്ടും. 1.5 മണിക്കൂർ രണ്ടുപേരും കണ്ടുമുട്ടും. ബി എത്ര പോയിട്ടുണ്ടാവും? ബി എത്ര പോന്നിട്ടുണ്ടാവും? 11 കിലോമീറ്റർ. ബി പോന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞ വേഗത കാണാൻ പറഞ്ഞു. 11 കിലോമീറ്റർ ബി എത്തിയിട്ടുണ്ടാവും. ബി 11 കിലോമീറ്റർ എത്തിയിട്ടുണ്ടാവും. എ 1.5 മണിക്കൂർ കൊണ്ട് 9 കിലോമീറ്റർ എത്തിയിട്ടുണ്ടാവും. ആകെ 20 ആളുള്ളത്. എയുടെ വേഗത മണിക്കൂറിൽ 6 ആകുമ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് 9 എത്തിക്കണം. അപ്പൊ ബി എത്രയായിട്ടും 11 എത്തിയാലും അവിടെ കണ്ടുമുട്ടുള്ളൂ. ചോദ്യം പറഞ്ഞു വേഗത. വേഗത നമ്മൾ പഠിച്ചത് എന്താണ്? വേഗത നമ്മൾ പഠിച്ച ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ക്ലാസ് വേഗത എന്താ ദൂരം ബൈ സമയം അല്ലെ? ദൂരം ബൈ സമയം. ദൂരം ഇവിടുത്തെ ദൂരം എന്ന് പറഞ്ഞ ബിക്കുള്ള ദൂരം എന്ന് പറഞ്ഞ 11 കിലോമീറ്റർ ബി സഞ്ചരിച്ച് കഴിഞ്ഞാലേ എനെ കാണാൻ പറ്റുള്ളൂ. എയുടെ വേഗത നിങ്ങൾക്ക് അറിയാം 6 ആയതുകൊണ്ട് 1.5 മണിക്കൂർ 9 എത്തുള്ളൂ. ബി എത്ര എത്തണം? 11 വന്നു കഴിഞ്ഞാലാണ് എനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ സമയം രണ്ട് കൂട്ടരും സമയം തുല്യമാണ്. സമയം രണ്ടു കൂട്ടരും തുല്യല്ലേ? ഇത്തരത്തിൽ രണ്ടു കൂട്ടരും 1.5 മണിക്കൂർ കൊണ്ട് രണ്ടുപേരും കണ്ടുമുട്ടല്ലേ? അപ്പൊ രണ്ടുപേരും 1.5 മണിക്കൂർ സമയമാണ് എടുത്തത്. 1.5 11/1.5 11 അല്ലെ? 11 ഇത് 11 കിലോമീറ്റർ ആണ്. 1.5 മണിക്കൂറാണ്. ഇതിനൊന്നും മാറ്റം ചെയ്യുന്നു വേണ്ട. ഇതിന് അടിച്ച ആൻസർ ആയി. 11 ഹരിക്കണം ഈ 1 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഏത് ഭിന്നാണ്? ഇത് ഏത് ഭിന്ന? ഭിന്നസംഖ്യ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ഭിന്നാണ്? വിഷമ ഭിന്നാണോ? ഇതിനെ വിഷമില്ല എങ്ങനെ മാറ്റും? ഇതെങ്ങനെ മാറ്റും? 1.5 എങ്ങനെ മാറ്റും? വിഷമഭിന്നാക്കി മാറ്റാൻ പറ്റും. അതിന് അങ്ങനെ മാറ്റും. വിഷമിനെ എങ്ങനെ മാറ്റാൻ പറ്റും? 1 × 2 + 1/2. 3/2 ഉണ്ടാവും അല്ലെ? 11 ഹരിക്കണം 1.5 പറഞ്ഞ 11 ഹരിക്കണം 3/2. ഈ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഈ സംഖ്യ 11-നെ 3/2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യാം? 2/3 കൊണ്ട് ഗുണിക്കുക. വിൽക്രമം കൊണ്ട് ഈ സംഖ്യന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം. 11-നെ 3/2 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞ എന്താ? വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താണോ? 11 × ഹരിക്കാന്നുള്ള ഗുണിക്കല്ലേ വിൽക്രമം. അപ്പൊ എന്താ? 2/3. അപ്പൊ ഇവിടെ നോക്കുക, ഇത് അംശത്തെയാണ് ഗുണിക്കേണ്ടത് അല്ലെ? ഇവിടെ അംശത്തെ ഗുണിക്കുക. അപ്പൊ 11 2 എത്ര? 22/3. ഇത് അംശം ആയി ഗുണിക്കും. ഇവിടെ ശരിക്കും അടിയിൽ ഒന്നുണ്ടാവും. ഈ സംഖ്യ അടിയിൽ ശരിക്കും ഒന്നുണ്ടാവും അവിടെ. അപ്പൊ നോക്കുക, അംശത്തെ ഗുണിക്കുമ്പോൾ എന്താവും? 11 2 22/3. നിങ്ങൾക്ക് അറിയാം 22-നെ 3 കൊണ്ട് ഹരിക്കാൻ നമുക്ക് അറിയല്ലേ? അങ്ങനെ വരും 22 ഹരിക്കണം 3 7 1/3. ബാക്കി അല്ലെ 21 ഉണ്ടാവും. ബാക്കി 1. അപ്പൊ എത്ര കിട്ടും? ആൻസർ 7 കിട്ടി. ബാക്കി ശിഷ്ടം എത്രയാ? 1. എന്തുകൊണ്ടാണ് ഡിവൈഡ് 3? അപ്പൊ അത്ര കിലോമീറ്റർ വേഗത്തിലാണ് പോവാട്ടോ. ബിയുടെ വേഗത്തിലാണ് 7 1/3 km/h. ഒരു ഓൾഡ് ക്വസ്റ്റ്യൻ തന്നു നോക്കിയതാണ്. അപ്പൊ നോക്കാം. വേറെ ഒന്ന് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ സ്വന്തം ചെയ്യാം. നമുക്ക് പഠിച്ചുകൊണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഏത്? എയുടെയും ബിയുടെയും വീടുകൾ തമ്മിലുള്ള അകലം 30 കിലോമീറ്റർ ആണ്. എയുടെയും ബിയുടെയും വീടുകൾ തമ്മിലുള്ള അകലം 30 കിലോമീറ്റർ ആണ്. രണ്ടുപേരും ഒരേ സമയം അവരുടെ വീട്ടിൽ നിന്നും യാത്ര തിരിക്കുകയും 1.5 മണിക്കൂർ 1.25 അല്ലെങ്കിൽ 1/4 1.25 മണിക്കൂർ കൊണ്ട് കണ്ടുമുട്ടുകയും ചെയ്യുന്നു. എയുടെ വേഗത 8 km/h ആണെങ്കിൽ എ നടന്നത് 8 km/h വേഗത്തിലാണെങ്കിൽ ബിയുടെ വേഗത എത്ര? ബിയുടെ വേഗത എത്ര?
16 സാർ. 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ. ഓക്കെ. അപ്പൊ എല്ലാരും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞ് പ്രതികരിക്കട്ടോ? ഇല്ല ഇല്ല. ഒന്ന് പറഞ്ഞു സാറേ. അപ്പൊ നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സാറേ ആർക്കോ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ? എന്നാ പറയാം. അല്ലേ? അപ്പൊ എയും ബിയും തമ്മിലുള്ള അകലം പറഞ്ഞിട്ടുണ്ട് 30 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും തമ്മിലുള്ള അകലം 30 കിലോമീറ്റർ. എയുടെ വേഗത മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര പറഞ്ഞത്? 8 കിലോമീറ്റർ ആണ്. എയുടെ വേഗത മണിക്കൂറിൽ 8 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 1.25 മണിക്കൂറിൽ നിങ്ങൾക്കറിയാം 1 മണിക്കൂറിൽ 8 കിലോമീറ്റർ ആണ്. 1 അവറിൽ 8 കിലോമീറ്റർ ആണ് എയുടെ വേഗത. 1 അവറിൽ 8 കിലോമീറ്റർ 1 മണിക്കൂറിൽ. അപ്പൊ 1.25 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നമുക്ക് അറിയാം? 1 മണിക്കൂറിൽ 8 കിലോമീറ്റർ ആവും. കാ മണിക്കൂറിൽ 2 കിലോമീറ്റർ ആണ്. 2 കിലോമീറ്റർ ആണ് എ യാത്ര ചെയ്യുന്നത്. അപ്പൊ എത്ര ഉണ്ടാവും? കാ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ പോകും? 2 കിലോമീറ്റർ അല്ലേ? അപ്പൊ 8+2 ഉണ്ടാവും. അതാണ് 1.25 മണിക്കൂറിൽ പോവുക. എത്ര കിലോമീറ്റർ ഉണ്ടാവും? 10 കിലോമീറ്റർ പോകും. റെഡി അല്ലേ? 1 മണിക്കൂറിൽ 8 ആവുമ്പോ കാ മണിക്കൂർ എത്ര ആവും? 2 കിലോമീറ്റർ. അപ്പൊ ആകെ എത്ര പോയിട്ടുണ്ടാവും? എ പോയിട്ടുണ്ടാവും 10 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. അപ്പൊ എ പോവുക 10 കിലോമീറ്റർ ആണ്. അപ്പൊ ആകെ 30 കിലോമീറ്റർ ആവുമ്പോൾ ബി എത്ര പോകും? ബി എത്ര പോയേണ്ടി വരുള്ളൂ? 1.25 മണിക്കൂറിൽ 20 കിലോമീറ്റർ പോകണം. ബി 1.25 മണിക്കൂർ എത്ര പോകണം? 20 കിലോമീറ്റർ പോകണം. അപ്പൊ ബി 20 കിലോമീറ്റർ, എ 10. അങ്ങനെയാണ് ടോട്ടൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ കണ്ടുമുട്ടിയത്. അപ്പൊ ഇവിടെ നോക്കുക, വേഗത കാണാൻ പഠിച്ചിട്ടുണ്ട്. വേഗത സമം എന്താ? ദൂരം ബൈ സമയം. ദൂരം ബൈ സമയം. ഇവിടെ ദൂരം എന്ന് പറഞ്ഞാൽ 20 ആണ്. 20. ഇവിടെ സമയം 1.25 ആണ്. 1.25. 20 ഹരിക്കണം 1.25. നമുക്കറിയാം 20 ഹരിക്കണം 1.25 നമുക്ക് ചെയ്യാൻ പറ്റും. 1 into അല്ലെ 5/4 എഴുതാം. 1 into 4 plus 1. അപ്പൊ 5/4 എഴുതാം. 20 ഹരിക്കണം 5/4. 20 ഗുണിക്കണം എന്തായിരിക്കും? 4/5. ഹരിക്കുന്ന വിൽക്രമം കൂട്ടപ്പോ 4/5. ഇവിടെ നോക്കാം. ഇത് വെട്ടിപ്പോവും. ഇവിടെ 20 5 4 പ്രാവശ്യം 4 16 അല്ലെ? 14 കിലോമീറ്റർ പെർ അവർ ആണ് മണിക്കൂറിലുള്ള വേഗത. അപ്പോ ബിയുടെ വേഗത എത്രയാണ്? 16 കിലോമീറ്റർ പെർ അവർ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വേറെ ക്വസ്റ്റ്യൻ എന്താ? 31/2 എത്ര 1/8 31/2 എത്ര 1/8 ഒരു ക്വസ്റ്റ്യൻ ആണ്. 31/2 എത്ര 1/8 ഒമ്പതാ? അല്ല. 300 ആണോ? ഹലോ, എത്ര? 300. 300. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
ഫസ്റ്റ് സംഖ്യ രണ്ടാം സംഖ്യയുടെ ഹരിക്ക ആ മാർഗം 31/2 എത്ര 1/8 കൊണ്ട് വെച്ചാൽ ഇതിനെ ഇത് കൊണ്ട് ഹരിക്കുക. നമ്മൾ ഒരു സംഖ്യയുടെ ഹരിക്ക നമ്മൾ എന്താ പഠിച്ചത്? ഫസ്റ്റ് ക്ലാസ് പഠിച്ചത് എന്താ? ഒരു സംഖ്യയുടെ സംഖ്യ ഇങ്ങനെ ഹരിക്കുക, രണ്ടാം സംഖ്യന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കല്ലേ അല്ലെ? ഫസ്റ്റ് സംഖ്യ അവിടെ വെച്ചിട്ട് രണ്ടാമത്തെ സംഖ്യന്റെ വിൽക്രമം. അപ്പൊ ഇത് ഏത് ഭിന്നമാണ്? ഏത് ഭിന്നമാണ്? എന്താക്കി മാറ്റണം? വിശ്വഭിന്നത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റി എഴുതാം? 37 × 2 + 1 / 2 75/2 അല്ലെ? 37 into 74. 74 plus 1 എന്താ? 75/2 ഡിവൈഡഡ് ഹരിക്കല്ലേ? ഹരിക്കണം 1/8. നമ്മൾ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഫസ്റ്റ് സംഖ്യ അവിടെ സംഖ്യ ഒരു മാറ്റം ആ സംഖ്യന്റെ വിൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താ കിട്ടുക? 75/2 ഇൻറ്റു ഗുണിക്കണാവും, ചിഹ്നം ഗുണിക്കണം. ഇത് വിൽക്രമം എന്ന് പറഞ്ഞാൽ തിരിച്ച് ഗുണിക്കുക. അപ്പൊ എന്താവും? 8/1 അല്ലെ? ഫസ്റ്റ് സംഖ്യ അവിടെ വെച്ചു, രണ്ടാം സംഖ്യന്റെ വിൽക്രമം കൊണ്ട്. അപ്പൊ നോക്കുക, ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അവിടെ വെട്ടിയുടെ വെട്ടി ചെറുതാക്കാം. വെട്ടി അവിടെ എത്ര ലക്ഷം പോകും? ഇവിടെ അല്ലെ 75/2 ഇൻറ്റു 8 ഇത് വെട്ടി അവിടെ 4 കിട്ടും. 4 കിട്ടുക 2 8 4 ലക്ഷം. 75 ഇൻറ്റു 4 എത്ര ഉണ്ടാവും? 300. 1/8 ഉണ്ടാവും. 1/8 ഒന്നിന് 8 ഭാഗമാക്കിയ അപ്പൊ എത്ര ഉണ്ടാവും? 31/8. എത്ര 1/8 ഉണ്ടാവും? 300 എണ്ണം. അപ്പൊ ആൻസർ 300. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇത് 60 മീറ്റർ നീളമുള്ള ഒരു മരത്തിനെ 60 മീറ്റർ നീളമുള്ള ഒരു മരത്തിന് 1.5 മീറ്റർ നീളമുള്ള എത്ര മരകഷ്ണങ്ങളായി മുറിക്കാം? 60 മീറ്റർ നീളമുള്ള ഒരു മരത്തിന് 1.5 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങളായി മുറിക്കാം? അല്ലേ? അപ്പൊ എന്താ ചെയ്യുന്നത്? 60 ഹരിക്കണം 1.5. അപ്പൊ എന്താ ചെയ്യും? 60 ഹരിക്കണം ഇതിനെ രണ്ടാം സംഖ്യ മാറ്റിയത് ഏതാണ്? മിശ്ര പിന്നെ അപ്പൊ എന്തായിരിക്കും? 3/2 ഹരിക്കുക എന്ന് പറഞ്ഞാൽ വിൽക്രമം. അപ്പൊ ഉണ്ടാവും 60 ഇൻറ്റു 2/3. നമുക്കറിയാം ഇത് നിങ്ങൾക്ക് താഴത്തുള്ള മുകളിലെ വെട്ടാൻ പാടുള്ളൂ, താഴത്തുള്ള വെട്ടാൻ പാടില്ല. ഇതൊന്നും ഒരിക്കലും വെട്ടരുത്. താഴത്തുള്ളൂ മുകളിലോ അത് വെട്ടിയ അവിടെ നോക്കുക. അവിടെ വെട്ടിയാൽ ഇവിടെ അല്ലെ ഇവിടെ 2 20 ഉണ്ടാവും. 20 ഇൻറ്റു 2 40 കഷ്ണായി മുറിക്കാൻ പറ്റും. ആൻസർ 40 കഷ്ണം. അപ്പൊ നിങ്ങള് ഇന്ന് എടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കി, എന്തെങ്കിലും ഇവിടെ മൊത്തം വായിച്ചു. മൊത്തം ഓടിച്ചു നോക്കുക. ആർക്കെങ്കിലും എവിടെയെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? പുതുതായി കുറെ ക്ലാസ് പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ടാവും, ചിലപ്പോൾ ഡൗട്ട് ഉള്ളവരുണ്ടാവും. ഒക്കെ ഒന്ന് ചോദിക്കാം. ആ സമയങ്ങളിൽ നേരത്തെ ക്ലാസ് കിട്ടാത്തവരുണ്ടെങ്കിൽ അവിടെ ശരി. മാഷേ ഹലോ,
ഡൗട്ടൊന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ആരൊന്നും പറഞ്ഞില്ല, കേട്ടില്ല. ഹലോ, ആ ഓക്കെ ആണ്. പിന്നെ ക്ലാസ് അവസാനിക്കാം, സാറ് വേറെ ക്ലാസ് തുടങ്ങാൻ സമയത്തുണ്ട്. ഹലോ ഹലോ, അബ്ദുറഹ്മാൻ മാഷാണ്. ഹലോ, ആരും ഞാൻ പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് വിഭാഗത്തിലാ പെടുന്നത്? ഈ തരം ക്വസ്റ്റ്യൻസ് ഏത് ഇതിലാ പെടുന്നത്? മെന്റൽ എബിലിറ്റി ആണോ? ഇത് സംഭവം അല്ല, ഇത് സംബന്ധം സാധാരണ ഭിന്നസംഖ്യ